രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതി 17ാമത്തെ അധ്യായമാണ്, വന്ദന ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയമുണ്ട്. രാധാറാണി കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. 118 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം 118 തൊട്ട് കാണുക, അല്ലാതുള്ളത് പ്ലേലിസ്റ്റിൽ കിട്ടും. അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, വെള്ളിയാഴ്ച മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. ഇതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട്, പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999, അതിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അതേ കണക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളതുണ്ട്. നിങ്ങൾക്ക് ഇന്നലെ തന്നെ ഞാൻ രാമേശ്വരം ക്ഷേത്രത്തെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ കേൾക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പാപം ഇല്ലാതാക്കാൻ വേണ്ടി പോയതാണ് രാമേശ്വരത്ത്. അപ്പോൾ അതെല്ലാം ഉണ്ട്, അതൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ പിന്നെ ജനറൽ എന്ന വിഭാഗത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് വിളിച്ചോ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഞാൻ ഈ പറയുന്ന കണക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ രാധാറാണി അമ്മയ്ക്ക് ജയ് വിളിച്ചേ. അപ്പം നിങ്ങൾക്ക് രോഗങ്ങൾ വരില്ല, യാതൊരു കുഴപ്പങ്ങളും വരില്ല, വളരെ നല്ലതാണത്. മനസ്സിലായല്ലോ? രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പോൾ നമ്മൾ അഷ്ടപതിയാണ്.
17-ാമത്തെ അധ്യായമാണ്. 1-ാമത്തെ വന്ദന ശ്ലോകമാണ്. നിങ്ങൾക്ക് സുപരിചിതയായി കഴിഞ്ഞ ജിതിനാണ് ഇത് പാടിത്തരുന്നത്. കേട്ടുകൊള്ളൂ. അധഃകഥമപി യാമിനീം വിനീയ സ്മരശരജർജരിതാപി സാ പ്രഭാതേ അനുനയവചനം വദന്തമഗ്രേ പ്രണതമപി പ്രിയമാഹസാഭ്യസൂയം. അപ്പോൾ നമ്മുടെ ജിജിന അതിമനോഹരമായിട്ട് അത് പാടിയത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചേട്ടെ. അഥ കഥമപി യാമിനീം വിനീയ സ്മരശരജർജരീ താപി സാ പ്രഭാതേ അനുനയവചനം വദന്തമഗ്രേ പ്രണതമപി പ്രിയാമഹ സാഭ്യസൂയം. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, അർത്ഥം എഴുതിക്കോളൂ. അഥ അപ്പോൾ, കഥമപി എങ്ങനെയോ, കഥമപി എങ്ങനെയോ, യാമിനി രാത്രി, വിനീയ അർത്ഥം എഴുതിക്കോ, കടന്നുപോയി, സ്മരശര അർത്ഥം കാമദേവന്റെ, സ്മരശര കാമന്റെ അമ്പ് എന്നാണ് അർത്ഥം. സ്മരശര കാമദേവന്റെ, സ്മരശര കാമദേവന്റെ അമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മദന പാരവശ്യം എന്നാണ് അർത്ഥം. അമ്പെന്ന് പറഞ്ഞാൽ മദന പാരവശ്യം എന്ന് പറഞ്ഞാൽ കാമചിന്തകള്. ജർജരിത അവശ, പ്രഭാതേ അർത്ഥം രാവിലെ, അനുനയവചനം അർത്ഥം ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട്, അനുനയവചനം അർത്ഥം ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട്, വദനം പറയുന്നവൻ, അഗ്രേ അർത്ഥം എഴുതിക്കൊള്ളണം മുന്നിൽ, പ്രണതം അർത്ഥം സ്നേഹം, പ്രിയാമഹ അർത്ഥം പ്രിയപ്പെട്ടവനോട്, സാഭ്യസൂയം ദേഷ്യത്തോടെ, അസൂയയോടെ, രണ്ടർത്ഥം, ദേഷ്യത്തോടെ, അസൂയയോടെ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കേട്ടോളണം. ഇതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, അനന്തരം രാധാറാണി കാമപാരവശ്യത്താൽ അത്യധികം തളർന്നവളെങ്കിലും ആ രാത്രിയെ എങ്ങനെയോ തള്ളി നീക്കിയിട്ട് പ്രഭാതത്തിൽ തൻ്റെ മുന്നിൽ വന്ന് നമസ്കരിച്ചവനും അനുനയ വാക്കുകൾ പറയുന്നവനുമാണെങ്കിലും പ്രിയനോട് ഈർഷ്യയോടുകൂടി പറഞ്ഞു. കാരണം രാധാറാണി കാമപരവശ്യയായിരുന്നു. കാമം കൊണ്ട് രാധാറാണി വളരെയധികം തളർന്നുപോയി. എങ്ങനെയെങ്കിലും രാധാറാണി ആ രാത്രി അങ്ങ് തള്ളി നീക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പം പ്രഭാതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തിയിട്ട് കൃഷ്ണൻ രാധാറാണിയെ നമസ്കരിച്ചിട്ട് വളരെ അനുനയ വാക്കുകൾ പറഞ്ഞു. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരമാവധി സോപ്പിട്ടു. പറയുന്നത് തനിക്ക് വളരെ പ്രിയപ്പെട്ടവനായ കൃഷ്ണനാണെങ്കിലും രാധാറാണിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആ ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു സാരമെന്ന് പറയുന്നത്. അതായത് ശ്രീകൃഷ്ണൻ വരുമെന്ന് കരുതി രാധാറാണി സ്വപ്നങ്ങൾ നെയ്തിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കൃഷ്ണൻ വരാതായപ്പോൾ രാധാജി പാടേ തകർന്നുപോയി. ആ രാത്രി മുഴുവനും തന്നെ തഴുകി കടന്നുപോയ ഇളം കാറ്റിനോട് കൃഷ്ണനോടുള്ള സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ആ സന്ദേശം? തൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. രാത്രിയായപ്പോൾ തന്നെ തഴുകി കടന്നു പോകുന്ന കാറ്റിനോട് രാധാജി പറഞ്ഞു, കാറ്റേ, നിനക്ക് വളരെ വേഗം കൃഷ്ണന്റെ അടുക്കലെത്താൻ പറ്റും. നീ കൃഷ്ണനോട് പറയണം, ഈ രാധ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രഭാതമാകുന്നതിന് മുമ്പ് ഓടി വരണമെന്ന് അവനോട് പറയണം. വസന്തകാലമാണ്, അതുകൊണ്ട് എനിക്ക് മദന ചിന്തകൾ കൂടിയിരിക്കുന്നു. 4 വശത്തു നിന്നും പൂക്കളുടെ സുഗന്ധവും വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ കൃഷ്ണനെ കണ്ടേ പറ്റൂ. അതുകൊണ്ട് കാറ്റേ,
എൻ്റെ സന്ദേശം നീ ഓടിച്ചെന്ന് ആരെ അറിയിക്കണം? ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിക്കണമെന്ന് ആര് പറഞ്ഞു? രാധാറാണി. രാധാറാണി പറഞ്ഞ ഇതാണ്, വസന്തകാലമാണ്, പൂക്കളുടെ സുഗന്ധമാണ്, നാലു വശത്തു നിന്നും വണ്ടുകൾ മൂളിപ്പറക്കുകയാണ്, എന്നിൽ മദനചിന്ത കാമചിന്ത കൂടിക്കൂടി വരികയാണ്, എനിക്ക് കൃഷ്ണനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഏ കാറ്റേ, ഏ കാറ്റേ, ഏ പ്രിയപ്പെട്ട കാറ്റേ, നീ വേഗം ചെല്ലൂ, കണ്ണനോട് പറയൂ വരാൻ, വരാൻ, നേരം വെളുക്കുന്നതിന് മുമ്പ് വരാൻ, ഈ രാധയെ തൃപ്തയാക്കാൻ പറയൂ. പക്ഷേ കൃഷ്ണൻ വന്നില്ല. പക്ഷേ രാധാറാണി കൃഷ്ണൻ വരുന്നതായി സങ്കല്പിച്ചു, തന്നെ ആലിംഗനം ചെയ്യുന്നതായി സങ്കല്പിച്ചു, തൻ്റെ നെറ്റിയിലും കണ്ണുകളിലും തുരുതുരാ ചുംബനം ചൊരിയുന്നതായി സങ്കല്പിച്ചു, താനുമായിട്ട് നികുഞ്ചത്തിലേക്ക്, ആ നികുഞ്ചത്തിലെ ശയ്യയിലേക്ക് വീഴുന്നതായി സങ്കല്പിച്ചു. അങ്ങനെ സമ്പൂർണ്ണ രതിലീല കൃഷ്ണനുമായി നടക്കുന്നതായിട്ട് രാധാറാണി സങ്കല്പിച്ച് ഇങ്ങനെ ആ രാത്രി തള്ളി നീക്കി. പക്ഷേ രാത്രി വന്നില്ല കൃഷ്ണൻ. പ്രഭാതമായപ്പം കള്ളക്കണ്ണൻ പതുക്കെ വരാൻ തുടങ്ങി. വന്നപാടെ നമ്മൾ അമ്പലത്തിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കുമല്ലോ, അതുപോലെ കൃഷ്ണൻ രാധാറാണിയുടെ പാദത്തിലോട്ട് വീണു. ഓർമ്മിക്കുക നിങ്ങൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും രാധാറാണി ആരാണെന്ന് ഇല്ലേ. നമ്മൾ സകല ജനങ്ങളും ശിവഭഗവാനും ബ്രഹ്മാവും മഹാവിഷ്ണുവും സകലരും അങ്ങോട്ട് ചെന്ന് കൃഷ്ണന്റെ പാദത്തിലാണ് വീണ് നമസ്കരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണനാകട്ടെ രാധാറാണിയുടെ പാദത്തിൽ നമസ്കരിക്കുകയാണ്. കാരണം രാധാറാണി തൻ്റെ കാമുകി മാത്രമല്ലെന്നും ഈ വിശ്വം മുഴുവൻ നിയന്ത്രിക്കുന്ന ആദി പരാശക്തിയാണെന്നും ഒരു ബോധം ശ്രീകൃഷ്ണനുണ്ട്. തൻ്റെ വെറും കാമുകി മാത്രമല്ല രാധാറാണി. അതിൻ്റെ ആദരവും കൂടെ പ്രകടിപ്പിക്കാനാണ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാധാറാണിയെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷ്ണൻ പരമാവധി അങ്ങ് സോപ്പിട്ടു. പക്ഷേ രാത്രി മുഴുവനും കാമപീഠയിൽ മുഴുകിയിരിക്കുകയായിരുന്നു രാധാജി. ആ കാമത്തെ തണുപ്പിക്കാൻ ആ രാത്രി കൃഷ്ണൻ എത്തിയില്ല. എന്നിട്ട് രാവിലെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രാധാറാണി പൊട്ടിത്തെറിച്ചു. അതാണത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളിലെ വികാരങ്ങളെ ഉണർത്തിയതിന് ശേഷം ആ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ പിന്മാറിയാൽ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു സ്ത്രീയും പൊട്ടിത്തെറിച്ചിരിക്കും. ഈ അവസ്ഥയാണ് ഇവിടെ രാധാറാണിക്ക്. രാധാറാണി കൃഷ്ണനെ കുറിച്ച് കാമചിന്തയിൽ മുഴുകി ഇരുന്ന് കൃഷ്ണൻ വന്നില്ല. ആ കാമം അടക്കി വെച്ചു. അപ്പോഴാണ് രാവിലെ വരുന്നത്. അതുകൊണ്ടങ്ങ് പൊട്ടിത്തെറിച്ചു. ഇന്നലെ രാത്രി മുഴുവനും കാത്തിരുന്നതിൻ്റെ അമർഷം അണപൊട്ടി ഒഴുകി എന്ന് മാത്രവുമല്ല, രാധാറാണി കൃഷ്ണനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കൃഷ്ണ, നീ ഇന്നലെ രാത്രിയിൽ മറ്റു സ്ത്രീകളുമായി രതിലീലയിൽ ഏർപ്പെടുകയല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ നീ വരാതിരുന്നത്? എനിക്കറിയാം കൃഷ്ണ, നീ ഇന്നലെ മറ്റ് സ്ത്രീകളുമായി രതിലീലയിൽ ഏർപ്പെട്ടു. അവരെ നീ നന്നായി രസിപ്പിച്ചു. നിനക്കറിയാം, എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചാടുവചനങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാനങ്ങ് മയങ്ങുമെന്ന്. അല്ലേ, നീ അന്യ സ്ത്രീകളുമായി രമിക്കാൻ പോയി. എനിക്ക് നിന്നെ കാണണ്ട. കൃഷ്ണൻ വന്നപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ ദേഹത്തുണ്ടായിരുന്നു. അതായത് കൃഷ്ണൻ മറ്റ് സ്ത്രീകളുമായി ശൃംഗാര കേളികൾ ആടിയതിൻ്റെ അടയാളങ്ങൾ കൃഷ്ണൻ്റെ ദേഹത്തുണ്ട്. ആ അടയാളങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? രാധാറാണി കയർക്കുകയാണ്. അത് അടയാളങ്ങളാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാധാറാണി കയർക്കുകയാണ്. കൃഷ്ണ, അങ്ങനല്ലേ കൃഷ്ണ, നീ അങ്ങനല്ലേ ചെയ്തത്? ഈ അടയാളം നീ ആ സ്ത്രീകളുമായി രതിലീലയിൽ ഏർപ്പെട്ടപ്പോൾ കിട്ടിയതല്ലേ? കണ്ടില്ലേ, കൃഷ്ണൻ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ ജീവൻ ഇപ്പൊ പോകും. അതുകൊണ്ട് ചന്ദനക്കാറ്റേ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിഷമിപ്പിച്ചുള്ളൂ എന്ന് കഴിഞ്ഞതിനകത്ത് പറഞ്ഞതാണ്. ഞാൻ ദാ പ്രഭാതമാകുമ്പോൾ ഇല്ലാതാകാൻ പോവുകയാണ്.
കാമദേവ, നിനക്കെന്നെ പീഡിപ്പിക്കണമെങ്കിൽ പീഡിപ്പിച്ചുകൊള്ളൂ, പരമാവധി എന്നെ ദുഃഖിപ്പിച്ചുകൊള്ളൂ. കാരണം കൃഷ്ണനില്ലാത്തത് കൊണ്ട് നാളെ രാധയില്ല എന്ന് പറഞ്ഞ രാധാറാണി കൃഷ്ണനെ കണ്ടപ്പോൾ ദേഷ്യവും വരുന്നു. മറ്റ് സ്ത്രീകളെടുത്ത് പോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആ സ്ത്രീകളോടുള്ള അസൂയയും വന്നു. ഇത് രണ്ടും കൂടെ തിളച്ചു മറിഞ്ഞാണ് രാധാറാണി ഇവിടെ കൃഷ്ണനോട് രജനി ജനിത ഗുരു ജാഗര രാഗ കഷായിത മലസനി മേഷം കൃഷ്ണ വഹതി നയന മനു രാഗമിവ സ്ഫുട മുദിത തരസാബിനി വേഷം കൃഷ്ണ യാഹി മാധവ യാഹി കേശവ മാവത കൈതവ വാദം കൃഷ്ണ താമനു സരസര സീരുഹലോചന യാതവ ഹരതി വിഷാദം കൃഷ്ണ യാഹി മാധവ യാഹി കേശവ മാവത കൈതവ വാദം കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. രജനി ജനിത ഗുരു ജാഗര രാഗ കഷായിത മലസ നിമേഷം കൃഷ്ണ. രജനി ജനിത ഗുരു ജാഗര രാഗ കഷായിത മലസ നിമേഷം കൃഷ്ണ. വഹതി നയന മനുരാഗമിവ സ്ഫുട വഹതി നയന മനുരാഗമിവ സ്ഫുട മുദിതരസാഭിനിവേശം കൃഷ്ണ. വഹതി നയന മനുരാഗമിവ സ്ഫുട മുദിതരസാഭിനിവേശം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാവത കൈതവ വാദം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാവത കൈതവ വാദം കൃഷ്ണ. താമനു സരസരസീരുഹലോചന താമനു സരസരസീരുഹലോചന യാദവ ഹരതി വിഷാദം കൃഷ്ണ. താമനു സരസരസീരുഹലോചന യാദവ ഹരതി വിഷാദം കൃഷ്ണ. യാഹി മാധവ യാഹി കേശവ മാവത കൈതവ വാദം കൃഷ്ണ. അർത്ഥം എഴുതിക്കോളൂ. രജനി രാത്രി, രജനി രാത്രി. ജനിത ജനിത കാരണം. ഗുരു ഗുരു ഭയങ്കരമായ, അല്ല നമ്മുടെ ഗുരു ശിഷ്യബന്ധമല്ല, ഭയങ്കരമായ. ജാഗരം ജാഗരം എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിയുക, ജാഗരം ഉറക്കമൊഴിയുക. രാഗം ചുവന്നത് ചുവന്നത്. കഷായം കലങ്ങിയിരിക്കുക, കഷാകൻ കലങ്ങിയിരിക്കുന്നു, കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. അലസ അലസ മുഷിഞ്ഞ. നിമേഷം കണ്ണ് ചിമ്മുക, അല്ലെങ്കിൽ മിന്നി പറയുക, ഇങ്ങനെ കണ്ണ് ചിമ്മുന്നതിനെയാണ് നിമേഷം. വഹതി വഹിക്കുന്നു. നയനം കണ്ണ്. അനുരാഗം സ്നേഹം. സ്ഫുടം വ്യക്തം. ഉദിത കാണപ്പെടുന്നു. രസം വികാരം. അഭിനിവേശം അതിയായ ആഗ്രഹം, അതിയായ ആഗ്രഹം. യാഹി മാധവ ഹേ മാധവ കൈതവവാദം. കൈതവവാദം കള്ളം പറച്ചില്,
സരസീരുഹലോചന. സരസീരുഹലോചന താമരക്കണ്ണ. താമരക്കണ്ണ. നേരത്തെ കൈതവവാദം കള്ളം പറച്ചില്. തവ നിന്റെ ഹരതി ഇല്ലാതാക്കുക. അർത്ഥം എഴുതിക്കൊണ്ടേ. ഹരതി ഇല്ലാതാക്കുക. വിഷാദം ദുഃഖം. തൻ്റെ മുന്നിലെത്തിയ കൃഷ്ണനോട് രാധാറാണി പൊട്ടിത്തെറിക്കുകയാണ്. രാത്രി കഠിനമായിട്ട് ഉറക്കമൊഴിച്ചിരിക്കുന്നു കൃഷ്ണ. നിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നു. നിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. അലസഭാവത്തിൽ നീ കണ്ണുകൾ ഇങ്ങനെ ചിമ്മുകയാണ്. കാരണം ഉറക്കം വന്നിട്ട് നിന്റെ കണ്ണുകൾ അടയുകയാണ്. പക്ഷെ നീ ബലം പ്രയോഗിച്ച് തുറക്കുകയാണ്. കൃഷ്ണ, ഇന്നലെ രാത്രി നീ ഉറങ്ങാതെ മറ്റ് സ്ത്രീകളുമായി രതിലീല ആടിയത് കൊണ്ടാണ് കൃഷ്ണ ഇത് വന്നിരിക്കുന്നത്. മറ്റു സ്ത്രീകളുമായി രതിലീല ആടി എന്നതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ എടുത്തു പറഞ്ഞ് രാധാറാണി പൊട്ടിത്തെറിക്കുകയാണ്. കണ്ണ, നിന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം ഇന്നലെ മുഴുവൻ നീ ശൃംഗാര രസത്തിൽ അഭിനിവേശം പൂണ്ടിരുന്നു എന്ന്. അതുകൊണ്ട് അല്ലയോ മാധവ, അല്ലയോ കേശവ, നീ പോയാലും നീ പോ കൃഷ്ണ. നീ ഈ രാധയുടെ അടുക്കലേക്ക് നീ വരണ്ട. കേശവ, കള്ളം പറയാതിരുന്നാലും നീ എൻ്റെ മുന്നിൽ വന്ന് നമസ്കരിച്ചിട്ട് ഇന്നലെ ഒരു സ്ത്രീയുമായി ബന്ധമില്ല എന്ന് കള്ളം പറയാതിരുന്നാലും, അല്ലയോ താമര പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനെ കൃഷ്ണ, താമര കണ്ണ് വെച്ച് സ്ത്രീകളെ ആകർഷിക്കുന്നവനെ കൃഷ്ണ, ഏതൊരുവളാണോ അങ്ങയുടെ സങ്കടം തീർത്തു തരുന്നത് ചെല്ല്, അവളുടെ അടുത്തേക്ക് ചെല്ല്. ഈ രാധയുടെ അടുക്കൽ നീ വരണ്ട. രാധയുടെ അടുക്കൽ വന്ന് രാധയെ നമസ്കരിച്ച് രാധയുടെ പാദങ്ങൾ എടുത്ത് രാധയുടെ പാദങ്ങൾ തലോടി കള്ളവർത്തമാനങ്ങൾ പറഞ്ഞാൽ ഈ രാധ മയങ്ങുമെന്ന് നീ കരുതിയോ കൃഷ്ണ? അതിന് നീ ഇന്നലെ രാത്രി ശൃംഗാരമാടിയ സ്ത്രീകളല്ല രാധ. ആ സ്ത്രീ അല്ല കൃഷ്ണ രാധ. ഇവിടെ രാധാറാണി കൃഷ്ണന്റെ കണ്ണുകൾ കണ്ടിട്ട്, അത് ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന കണ്ണുകൾ, കൃഷ്ണന്റെ കണ്ണുകൾ അടഞ്ഞു വരികയാണ്. ബലം പ്രയോഗിച്ച് തുറക്കുകയാണ്. അതാണ് കണ്ണ് ചിമ്മുക. അപ്പൊ ഇന്നലെ രാത്രി ഏതോ സ്ത്രീയുമായി രതിലീലയിൽ ഏർപ്പെട്ടു എന്ന് തറപ്പിച്ചു പറയുകയാണ്. അപ്പൊ കൃഷ്ണൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കൃഷ്ണനാകെ ക്ഷീണിതനാണ്. കൃഷ്ണന് കണ്ണ് തുറന്നു പിടിക്കാൻ പോലും വയ്യ. ഉറക്കം വന്ന് കണ്ണങ്ങ് അടഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് രാധാറാണി പറയുന്നത്, കൃഷ്ണ കൃഷ്ണ, നീ ഇന്നലെ ഏതോ പെണ്ണുങ്ങളുമായിട്ട് രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് ശൃംഗാര ലീലകൾ ആടിയിട്ട് കുഴഞ്ഞ് ഈ രാധയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ തൻ്റെ മുന്നിൽ വന്ന് നമസ്കരിച്ച് തൻ്റെ പാദങ്ങളെടുത്ത് തലോടി തന്നോട് അനുനയ വാക്കുകൾ പറയുന്ന കൃഷ്ണനെ 3 പേരുകളാണ് എടുത്തു വിളിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. 3 പേരുകൾ വിളിക്കുകയാണ്. ഇതിൽ രാധാജിക്ക് ഇന്നലെ ശ്രദ്ധിച്ചു കേട്ടുവാ, ഇതിൽ രാധാജിക്ക് ഇന്നലെ കൃഷ്ണനുമൊത്ത് രമിച്ച സ്ത്രീയോടുള്ള അസൂയയും ദേഷ്യവും ഒക്കെ ഈ 3 വാക്കുകളിൽ കാണാം. തൻ്റെ അടുക്കൽ എത്തി തന്നോട് മാപ്പപേക്ഷിക്കുന്ന കൃഷ്ണനെ 3 വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യുകയാണ്. ആ 3 വാക്കിലും കൃഷ്ണനോടൊത്ത് രമിച്ച സ്ത്രീകളോടുള്ള അസൂയയും അവരോടൊത്ത് കൃഷ്ണൻ രമിച്ചതിലുള്ള ദേഷ്യവും ഇതെല്ലാം കാണാം. ഏതാണ് ആ വാക്ക്? വളരെ ശ്രദ്ധിക്കണം. മാധവ, കേശവ, സരസീരുഹലോചന. മാധവ, കേശവ, സരസീരുഹലോചന. അതായത് ജയദേവ കവി വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? ആദ്യം തൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച കൃഷ്ണനോട് രാധാറാണി പറയുന്നു, മാധവ. മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി, ധവ ഭർത്താവ്. അപ്പൊ രാധാറാണി തൻ്റെ മുന്നിൽ വന്ന കൃഷ്ണനെ അഭിസംബോധന ചെയ്യുകയാണ്. മാധവ, മാ ലക്ഷ്മി ദേവി, ധവ ഭർത്താവ്. ലക്ഷ്മി ദേവിയുടെ ഭർത്താവല്ലേ നീ? അങ്ങനെയുള്ള നീ ശ്രദ്ധിച്ചിട്ടോണം. ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ നീ
മറ്റൊരു സ്ത്രീയിൽ അനുരുക്തയായിരിക്കുന്നു, ചെല്ലൂ മറ്റ് സ്ത്രീകളെയും നീ ഇങ്ങനെ വഞ്ചിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഏ കൃഷ്ണ, നീ ലക്ഷ്മിയുടെ ഭർത്താവല്ലേ? ലക്ഷ്മി ദേവി ചഞ്ചല ചിത്തയാണ്. അപ്പോൾ ഒരു ചഞ്ചല ചിത്തയുടെ ഭർത്താവ് ഏത്? ചഞ്ചല ചിത്തനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു ചഞ്ചല ചിത്തയുടെ ഭർത്താവ് ചഞ്ചല ചിത്തനായില്ലെങ്കിലേ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് ഇതിന് മറ്റൊരർത്ഥം, അതായത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കൃഷ്ണ, ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഒറ്റയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷേ ലക്ഷ്മി ദേവി, അതായത് മാ ചഞ്ചലചിത്തയാണ്. മാടെ മനസ്സെപ്പോഴും ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ മനസ്സെപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്ന മായുടെ ധവനായ മാധവനല്ലേ നീ? അർത്ഥം മനസ്സിലായില്ലേ? മനസ്സെപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്ന മാ എന്ന ലക്ഷ്മി ദേവിയുടെ ധവൻ ഭർത്താവല്ലേ? ഭാര്യ എങ്ങനെ ചഞ്ചലചിത്തയല്ലേ? പിന്നെ ഭർത്താവ് എങ്ങനെ ഒരു സ്ത്രീയെ മാത്രം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും? അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഭർത്താവിന് ഒരാളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റൊരർത്ഥവും കൂടെ നമുക്ക് പറയാം. അതായത് കൃഷ്ണ, നീ എൻ്റെ മാ എന്ന് പറഞ്ഞാൽ അല്ല, ധവ ഭർത്താവ്, നീ എൻ്റെ ഭർത്താവ് അല്ല കൃഷ്ണ. അങ്ങനെയും അർത്ഥം പിടിക്കാം. മാധവായിക്ക് മാ ലക്ഷ്മി ദേവി, ധവ ഭർത്താവ്, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്. രണ്ടാമത്തെ അർത്ഥം മാ അല്ല ധവ കൃഷ്ണ, നീ ഒരു കാരണവശാലും ആരുടെ ഭർത്താവല്ല, നീ എൻ്റെ ഭർത്താവ് അല്ല കൃഷ്ണ എന്നാണ് രാധാറാണി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ മാധവ എന്ന് വിളിച്ചതിന് മൂന്നർത്ഥങ്ങളുണ്ട്. ഒന്ന്, മായുടെ, ലക്ഷ്മിയുടെ ധവൻ ഭർത്താവ്. ലക്ഷ്മി ദേവി ചഞ്ചലചിത്തയാണ്, അതുകൊണ്ട് കൃഷ്ണ നീയും ചഞ്ചലചിത്തനാണ്, പല സ്ത്രീകളുടെ അടുക്കൽ പോകും. രണ്ടാമത്തെ അർത്ഥം മാ അല്ല, ധവ ഭർത്താവ്, നീ എൻ്റെ ഭർത്താവല്ല. ഇനി മൂന്നാമത്തെ അർത്ഥം, മാ എന്നതിന് രാധ എന്നർത്ഥമുണ്ട്, ധവ എന്നതിന് പ്രാണപ്രിയനെന്നും അർത്ഥമുണ്ട്. മനസ്സിലായ? മാ എന്നതിന് രാധ എന്നർത്ഥമുണ്ട്, ധവ എന്നതിന് പ്രാണപ്രിയനെന്നും അർത്ഥമുണ്ട്. അപ്പൊ എൻ്റെ മാത്രം പ്രാണപ്രിയനാണ് നീയെന്നും മറ്റുള്ളവരുമായുള്ള ശൃംഗാരം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നും അർത്ഥമുണ്ട്. അതാണ് മാധവ എന്ന് വിളിച്ചത്. അപ്പൊ ജയദേവകവി എന്ത് ബുദ്ധിമാനാണെന്ന് ആലോചിച്ചു നോക്കെ. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കേശവ. കേശവ നീ പോകൂ എന്നാ രാധാറാണി പറയുന്നത്. അതായത് കേശവൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വസ്ത്രം ധരിക്കുന്നവനും ആഭരണങ്ങൾ അണിയുന്നവനും മുടി കെട്ടാതെ, കേശം കെട്ടാതെ അലസമായി ഇട്ടിരിക്കുന്നവനുമാണ് കേശവൻ. അപ്പൊ കേശവൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വസ്ത്രം ധരിക്കുന്നവനും ആഭരണങ്ങൾ അണിയുന്നവനും കേശം അഥവാ മുടി കെട്ടാതെ അലസമായി ഇട്ടിരിക്കുന്നവനുമാണ് കേശവൻ. വളരെ മനോഹരമായ മുടിയുള്ളവരോട്, അങ്ങനെയുള്ള സ്ത്രീകളോട് ഭയങ്കരമായ അഭിനിവേശം തോന്നുന്നവനെയും കേശവൻ എന്ന് വിളിക്കാം. ഭയങ്കരമായ മുടിയുള്ള, മുട്ടറ്റം മുടി കിടക്കുന്ന സ്ത്രീകളോട് അതിയായ അഭിനിവേശം തോന്നുന്നവനെയും കേശവൻ എന്ന് വിളിക്കാം. അപ്പൊ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന് ഒരുപാട് മുടിയുള്ള സ്ത്രീകളെ ഇഷ്ടമാണ്. അപ്പൊ കേശവ, എനിക്കൊരു കാര്യം അറിയാം, നീ ഇന്നലെ ശൃംഗരിച്ച പെണ്ണിന് ഒരുപാട് മുടിയുണ്ട്. ആ ഒരുപാട് മുടിയുള്ള സ്ത്രീയില്ലേ, അവരടുത്തേക്കാണ് നീ ഇന്നലെ പോയിരിക്കുന്നത്. അതിനോട് കൃഷ്ണ, നീ ആ മുടിയുള്ള സ്ത്രീയുടെ അടുത്ത് പോയി അവളോടൊത്ത് രമിക്കൂ. എനിക്ക് നീ വേണ്ട, എൻ്റെ അടുത്ത് നീ വേണ്ട എന്നാണ് ഇവിടെ ഇത് ആര് പറയുന്നത്? ആ രാധാറാണി പറയുന്നത്. ബഹുവല്ലഭ, എന്നോട് നീ എന്തിനാണ് കള്ളം പറഞ്ഞു വരുന്നത്? ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, നീ അങ്ങനെയല്ല.
പോകൂ കൃഷ്ണ പോകൂ എന്ന് എന്ത് ചെയ്യുകയാണ്? പൊട്ടിത്തെറിക്കുകയാണ്. മനസ്സിലായ? അപ്പൊ കേശവ എന്ന് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായില്ലേ? അതായത് നീണ്ട മുടിയുള്ള കേശമുള്ള സ്ത്രീകളോട് അഭിനിവേശമുള്ളവനാണ് കേശവൻ. അപ്പൊ ഇന്നലെ നീ ഒരുപാട് മുടിയുള്ള ഗോപസ്ത്രീയുമായി രമിച്ചിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നീ പച്ച കള്ളം പറയാൻ തുടങ്ങുകയാണ്. വേണ്ട കൃഷ്ണ, എൻ്റെ അടുത്ത് ഇതൊന്നും പറയണ്ട, നീ പൊയ്ക്കൊള്ളൂ. ഇനി മൂന്നാമത്തത് സരസീരുഹലോചന, താമരക്കണ്ണ. രാധാറാണി പറയുകയാണ്, താമരക്കണ്ണ നീ പോകൂ, ആ താമരക്കണ്ണിയുടെ അടുക്കലേക്ക് പോകൂ. താമരക്കണ്ണന് താമരക്കണ്ണികളെ ഇഷ്ടമാണ്. താമര പോലെ, താമരയുടെ ഇതള് പോലെ നീണ്ട ഇടതൂർന്ന മിഴികളുള്ളവളായിരിക്കണം ഇന്നലെ നിന്നോടത്ത് ശൃംഗരിച്ചത്. ഇവിടെ മറ്റൊരു വലിയ അർത്ഥവും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് അർത്ഥമുള്ളൊരു സാധനമാണ്, ശ്രദ്ധിച്ചു കേട്ടോളണം. സരസീരുഹ എന്നതിന് പകൽ വിരിയുന്ന താമര എന്നും അർത്ഥം പറയാം, രാത്രി വിരിയുന്ന ആമ്പൽ എന്നും അർത്ഥം പറയാം. അങ്ങനെ ഒരു ഡബിൾ മീനിങ് ഉണ്ട്. അപ്പൊ സരസീരുഹ എന്ന് പറയുന്നത് പകല് വിരിയുന്ന താമരയാകാം, രാത്രി വിരിയുന്ന താമരയും ആകാം. ആ രാത്രി വിരിയുന്ന താമരയ്ക്കാണ് ആമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം. കൃഷ്ണന്റെ കണ്ണുകള് കമലം, കമലം താമര. അപ്പൊ കൃഷ്ണന്റെ കണ്ണുകള് കമലം പോലെയാണെന്ന് രാധാറാണി പറയുന്നു. അതിന് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നു, കുമുദം. എന്താണ്? കുമുദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പല്. ഇവിടെ വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം അല്ലേ? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു സരസീരുഹലോചന. സരസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് വിരിയുന്ന താമരയാകാം, രാത്രി വിരിയുന്ന ആമ്പലുമാകാം. ആമ്പലിന് മറ്റൊരു പേരുണ്ട്, കുമുദം. കുമുദം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ വിരിഞ്ഞിരിക്കും, രാവിലെ ആകുമ്പോൾ അതങ്ങ് അടഞ്ഞു പോകും. അതാണ് ആമ്പല്. ആമ്പൽപ്പൂ രാത്രി മുഴുവനും എതളുകൾ വിരിഞ്ഞിരിക്കും, രാവിലെ ആമ്പലിൻ്റെ എതളുകൾ കൂമ്പിപ്പോകും. അതുപോലെ കൃഷ്ണ, ഇന്നലെ മുഴുവനും നീ ഏതോ സ്ത്രീയുമായി ഉറക്കമൊഴിച്ചിരുന്നപ്പോൾ നിന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. ഇന്ന് പ്രഭാതമായപ്പോൾ നിന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അതുകൊണ്ട് നീ സരസീരുഹലോചനനാണ് കൃഷ്ണ. മനസ്സിലായില്ലേ? സരസീരുഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് പകലത്തെ വിരിയുന്ന താമര, രണ്ട് രാത്രിയിലത്തെ ആമ്പല്. അതിന് കുമുദമെന്നും വിളിക്കും. അതിന് മറ്റൊരർത്ഥവും ഉണ്ട് സരസീരുഹത്തിന്. എന്താണ്? രാത്രി ഇങ്ങനെ വിരിഞ്ഞിരിക്കുക, എന്നിട്ട് പകലാകുമ്പോൾ അടഞ്ഞു പോവുക. അതുപോലെ കൃഷ്ണൻ രാത്രി മുഴുവനും ആ സ്ത്രീകളോടൊത്ത് ഇങ്ങനെ രമിച്ചപ്പോൾ കണ്ണ് തുറന്നിരുന്നു, രാവിലെ ആയപ്പം അടഞ്ഞു. അതുകൊണ്ടാണ് സരസീരുഹനെന്ന് രാധാറാണി വിളിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണ, നിന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കാരണം ഇന്നലെ രാത്രി മുഴുവനും നീ ഉറക്കമിളച്ച് ശൃംഗാര കേളികളാടി. അങ്ങനെ ഉറക്കമിളയ്ക്കുമ്പോഴാണ് കണ്ണുകൾ ചുവന്നിരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണ, നീ ഏത് സ്ത്രീയുമായിട്ടാണോ ശൃംഗാര കേളി ആടിയത് അവളടുത്തേക്ക് പോ കൃഷ്ണ. എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ അടുത്ത് വരണ്ട, എനിക്ക് നിന്നെ കാണണ്ട കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്തത്? കൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണു. നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. നിങ്ങൾ ഏത് ഭഗവാന്റെ മുന്നിലാണോ ദണ്ഡ നമസ്കാരം ചെയ്യുന്നത്, ആ ഭഗവാൻ ഇവിടെ രാധാറാണിയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. ചെയ്തിട്ട് പറയുകയാണ്, രാധേ ഇങ്ങനെ പറയല്ലേ രാധേ, അങ്ങനെ പറയല്ലേ രാധേ. രാധേ, എൻ്റെ ശരീരവും എൻ്റെ മനസ്സുമെല്ലാം നിനക്കുള്ളതാണ്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അങ്ങനെ രാധേ പറയൂ. ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ രാത്രി ഒരു സ്ത്രീയുടെ അടുക്കലും ഞാൻ പോയിട്ടില്ല എന്ന് കള്ളക്കണ്ണൻ ഇങ്ങനെ അടിക്കുകയാണ്. നീ നോക്കൂ, ഉറക്കമൊഴിഞ്ഞിട്ടല്ല എൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത്. പകരം എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് ക്ഷീണം, നിന്നെ കാണാത്തതിലുള്ള വിഷമം. അതുകൊണ്ടാണ് രാധേ എൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത്. രാധേ, എന്നോട് തെറ്റിദ്ധാരണ
ധാരണ പാടില്ല രാധേ, എന്നോട് പിണങ്ങല്ലേ രാധേ, നമ്മൾ ഒന്നല്ലേ രാധേ, നമ്മുടെ ശരീരവും മനസ്സും ഒന്നല്ലേ, കൃഷ്ണൻ രാധയുടേതല്ലേ, രാധ കൃഷ്ണൻ്റേതല്ലേ. നീ വിചാരിക്കുന്നത് പോലെ രാത്രി മറ്റ് സ്ത്രീകളുമായി രമിച്ചതുകൊണ്ടല്ല കണ്ണ് ചുവന്നിരിക്കുന്നത്, നിന്നെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ വിരഹവേദന രാധേ, രാത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് തോന്നും നിന്റെ കാലൊച്ച വരുന്നു, നിന്റെ കൊലുസിൻ്റെ ശബ്ദം വരുന്നു എന്ന് തോന്നും. അപ്പോൾ ഞാൻ എഴുന്നേക്കും. അങ്ങനെ നിന്നെ ഓർത്ത് രാത്രി ഞാൻ ഉറങ്ങാതെ ഇരുന്നു. അതുകൊണ്ടല്ലേ രാധേ എൻ്റെ കണ്ണുകൾ ചുവന്നത്. രാധേ എന്നെ നീ ഉപേക്ഷിക്കരുത്, നമ്മളൊന്നല്ലേ രാധേ, കൃഷ്ണനും രാധയും ഒന്നല്ലേ, രാധാകൃഷ്ണന്മാരല്ലേ. ഹേ രാധാകൃഷ്ണ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.